പുത്തങ്കാവിലപ്പൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ഒരു 30 ദിവസം കൊണ്ട് നമ്മൾ വളരെയധികം മുൻപോട്ട്, അതായത് നമ്മുടെ വാച്ച് ടൈം കൂടിയുണ്ട്. ഞാൻ ഇതുവരെ ഈ ചാനലിൽ ഒരു വീഡിയോ, അതായത് ഒരു വീഡിയോയും ഒരു ഷോർട്സും മാത്രമേ നമ്മളിതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഷോർട്സ് വളരെയധികം ദിവസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 250 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ഷോർട്സ് ഇട്ടത്. അതിനുശേഷം കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പായിട്ടാണ് നമ്മൾ ഈ പുത്തങ്കാവിലപ്പൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ, അത് വലത് കൈയില്ലാത്ത മനു എന്ന് പറയുന്ന വ്യക്തി ക്ഷേത്രമതിലിൽ വരച്ചിരിക്കുന്ന ഒരു പിക്ചർ, എണ്ണച്ചായ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മളത് ഇട്ടിരുന്നത്. നമ്മളിട്ട് കഴിഞ്ഞതിന് ശേഷം അത് ഇപ്പോൾ ഏകദേശം ഒരു 15K വ്യൂവേഴ്സ് നമ്മൾക്ക് വന്നിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബർ 22-ാം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 17 ദിവസത്തോളം നമുക്കതിനകത്ത് ഒരു വ്യൂവേഴ്സുകളും നമുക്ക് ഉണ്ടായിട്ട് ഇല്ല എന്നല്ല, ഏകദേശം ഒരു 500 വ്യൂവേഴ്സിനടുത്തേ മാത്രമേ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമുക്കതൊരു 7ാമത്തെ ദിവസം, അതായത് നവംബർ 7-ാം തീയതി ഒരു 591 വ്യൂവേഴ്സ് മാത്രമായിരുന്നു നമുക്ക് അതിനകത്തുണ്ടായിരുന്നത്. 9-ാം തീയതി ആയപ്പം 2216 വ്യൂവേഴ്സ് നമുക്കുണ്ടായി. അത് ഉണ്ടാകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്നു. പക്ഷേ ഞാനിത് ശ്രദ്ധിച്ചിരുന്നു. നമ്മളുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം അത് എത്രത്തോളം റീച്ച് ആവുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചപ്പം നമുക്ക് വളരെയധികം, കാരണം സബ്സ്ക്രൈബേഴ്സ് ആകെ 10 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അന്നേരം ഈ വീഡിയോ ഒരു വിധത്തിലും കയറുന്നില്ല. നമ്മൾ പല സമൂഹ മാധ്യമങ്ങളിലും ഷെയർ ചെയ്തിട്ട് പോലും നമുക്ക് ആ വീഡിയോ ഒരു വിധത്തിലും റീച്ച് ആവുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതിൻ്റെ അനലൈസ് നമ്മൾ നോക്കി. അതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അന്നേരമാണ് നമ്മൾ ഈ 591 വ്യൂവേഴ്സ് ആയതും ഈ നവംബർ 7-ാം തീയതിയാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നതുമെല്ലാം. ഈ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ പിന്നെ നമ്മൾ ഒരു റീച്ചും ഇല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു അവസരത്ത് നമ്മൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് അതുവഴി അതിനകത്ത് കുറച്ച് ഫോൺ വെരിഫിക്കേഷനുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു. ഈ ഫോൺ വെരിഫിക്കേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് പിന്നീട് ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല രീതിയിൽ അതിന് റീച്ച് ഉണ്ടാകുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 7-ാം തീയതി 591 വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന എൻ്റെ വീഡിയോ 9-ാം തീയതി ചെയ്തപ്പം 2216 വ്യൂവേഴ്സാണ് നമുക്കുണ്ടായത്. അത് 14-ാം തീയതി, അത് നവംബർ 14-ാം തീയതി വന്നു കഴിഞ്ഞപ്പോഴും അത് 8290, അതായത് ഒരു ദിവസം എനിക്ക് 1400 1500, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സബ്സ്ക്രൈബേഴ്സിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരവസരത്തിൽ നിന്നിട്ട് എനിക്ക് 100-ലധികം സബ്സ്ക്രൈബർ ഉണ്ടായി. അതുകൂടാതെ തന്നെ എൻ്റെ വാച്ച് അവർ വളരെയധികം പെട്ടെന്ന് തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് 14-ാം തീയതി 8290 എന്ന് പറയുന്നൊരു വാച്ച് അവറിലെത്തി. അത് 14-ാം തീയതി, അതായത് 7 ദിവസം കൊണ്ട് ഏകദേശം 7000-ലധികം, അതായത് ഒരു ദിവസം 1000-ലധികം പേരാണ് നമ്മളുടെ വീഡിയോ കണ്ടത്. അത് ഈ വരുന്ന നവംബർ 20-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ, നവംബർ 20-ാം തീയതി അത് 14,142 പേരിലേക്ക് എത്തി. അത് ഈ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി ഇപ്പം അതിനകത്ത് നമ്മളുടെ വീഡിയോ ഇപ്പം ഏത് വിധത്തിൽ റീച്ച് ആവണം, നമ്മളുടെ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പം അതിനകത്ത് ഏത് കണ്ടൻറ്റാണ് ഉൾപ്പെടുത്തേണ്ടത്, അതായത് നമ്മുടെ വീഡിയോയെ അത് കൃത്യമായി അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ ചെയ്യേണ്ട കണ്ടൻറ്റുകൾ വരെ നമ്മൾക്കതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ റീച്ച്, അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസുകൾ എല്ലാം നമുക്കതിനകത്തുണ്ട്. അതിനകത്ത് റീച്ച് നോക്കുമ്പോൾ, അതായത് ഇംപ്രഷൻസ്, അതായത് എൻ്റെ വീഡിയോ, അതായത് ഇത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ആ ഇംപ്രഷൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ 1,40,000 ഇംപ്രഷൻസാണ് അതിനകത്തുണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോ, ഇപ്പോൾ യൂട്യൂബിലുണ്ടായിരിക്കുന്ന വീഡിയോ മറ്റൊരാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളുടെ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് സജക്ഷനായിട്ട് വന്നാൽ മാത്രമേ മറ്റൊരാൾക്ക് കാണാൻ പറ്റൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പുത്തങ്കാവിലപ്പൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വീഡിയോ കാണാം. അത് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ളത് ചിലപ്പം നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും കുറച്ച് പേർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ.
പക്ഷേ ഇത് സജഷനായിട്ട് കാണിച്ചാൽ മാത്രമേ ഒരുപാട് പ്രേക്ഷകരിലേക്ക് ഇത് എത്തിപ്പെടുകയുള്ളൂ. ആ ഒരു സജഷൻ കാണിക്കാൻ വേണ്ടി, അതായത് സജഷൻ ഏകദേശം 67.1% സജഷൻസ് വീഡിയോ ആയിട്ട് നമ്മളുടെ ഇത് കാണിച്ചു. ഇപ്പം സജഷൻസ് വീഡിയോ ആയിട്ട് കാണിച്ചതിന് ശേഷവും ഇപ്പം ഇതിനകത്ത് റീച്ച്, എൻഗേജ്മെൻറ്റ്, ഓഡിയൻസ് എന്ന് പറയുന്നതിനകത്ത് എന്നതിപ്പം 1,40,000 പേര് കണ്ടിട്ടുണ്ട്. നമുക്ക് ഓരോ ദിവസത്തെ അനലൈസ് ചെയ്ത് നമുക്കിതിനകത്ത് നോക്കാൻ പറ്റും. 7 days, 20 days, 90 days എന്ന് പറയും. എൻ്റെ അതിനകത്ത് ഈ ഗ്രാഫ് തന്നെ കാണുമ്പോൾ അറിയാം, വളരെ പെട്ടെന്ന് ഈ വീഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ ഇട്ടതിന് ശേഷം